ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. ഒട്ടും കട്ട പിടിക്കാത്ത നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാട്ടോ ഇന്ന്. അതിനായിട്ട് ഒരു കടായിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1 ടീസ്പൂൺ നിറച്ച് കടുകും 1 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കടുകൊക്കെ പൊട്ടി ഉഴുന്നൊക്കെ നല്ല ചുമന്ന് വരുന്ന ഒരു പാകത്തിൽ 5-6 ചെറുള്ളി നൈസായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 2 പച്ചമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറി നന്നായി ഒന്ന് വഴന്നു വന്നാൽ മതിയാകും. ഉള്ളി തീരെ അങ്ങ് മുരിഞ്ഞു പോകരുത്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഏതായാലും ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഒരല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. റവയുടെ കളറൊന്നും മാറരുത്. റവയിലെ തരികളെല്ലാം തന്നെ നല്ല ഒരു വൈറ്റ് കളറായിട്ട് വരും. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ റവയുടെ ഒരു പശപശപ്പുണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. റവ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം തെളിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് കട്ട കെട്ടി പോകുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ ഒരു കുഴപ്പമില്ല. കുറേശ്ശെ വെള്ളം തളിച്ച് ഈ രീതിയിലൊന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. ഒരു കപ്പ് വെള്ളം മുഴുവനായി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും കൂടി ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് തളിച്ചിട്ട് ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്തായാലും വേണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരും എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ചിട്ട് ചേർക്കേണ്ടി വരുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ കേട്ടോ. റവ കയ്യിലെടുത്ത് ഈ രീതിയിൽ നോക്കുമ്പോൾ നല്ല വെണ്ണ പോലെ ഇരിക്കണം കേട്ടോ. അതിൽ ഒരു തരിതരിപ്പും പാടില്ല. ആ രീതിയിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി കുറേശ്ശെ ഈ രീതിയിൽ തളിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ആ ഉപ്പുമാവിന് ഒന്നുകൂടി നല്ലൊരു മയം വരാനും നല്ലൊരു ടേസ്റ്റുമാണ് കഴിക്കുന്ന സമയത്ത്. ഇതിലെടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഒരു തരിതരിപ്പും അതിൽ വരാൻ പാടില്ല. ആ ഒരു പാകത്തിലാണ് നമുക്ക് റവ നല്ല കുക്കായി കിട്ടുക. ലാസ്റ്റിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, ആ നമ്മളെടുത്ത 1/4 കപ്പിൽ നിന്ന് തന്നെയാണ്, ആ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം അടപ്പ് തുറന്ന് 1/2 കപ്പ് നിറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല സോഫ്റ്റ് ആയിട്ടോ ഇരിക്കുന്ന ഉപ്പുമാവ്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണ പോലത്തെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപ്പുമാവ് ഈ രീതിയിലൊന്ന് ആക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.